നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്ന അധ്യാപകർക്ക് വേണ്ടത്ര യോഗ്യതയുണ്ടോ, അനുഭവ സമ്പത്തുണ്ടോ? കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കോളേജുകളിൽ ഒന്നായ മഹാരാജാസിൽ അധ്യയന പരിചയമുണ്ട് എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്ന ആരോപണം വിദ്യക്കെതിരെ ഉയരുമ്പോൾ പൊതുവേദി ചർച്ച ചെയ്യുന്നത് പിടിക്കപ്പെടാത്ത വിദ്യമാർ എത്ര എന്നാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പ്രതികരിക്കേണ്ട നമ്പർ 0471354210. എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യം ചേരുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും പ്രിജോ എന്ന പ്രേക്ഷകനാണ്. പ്രിജോ, താങ്കളുടെ അനുഭവത്തിൽ, പരിചയത്തിൽ ഇത്തരം ആരോപണങ്ങൾ നേരിട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇതിപ്പോ നമ്മള് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ തെറ്റായ മാർഗത്തിലൂടെ, തെറ്റായ വഴികളിലൂടെ ആര് അത്തരം മേഖലകളിൽ പ്രവർത്തിച്ചാലും ഇതെല്ലാം തന്നെ പിടിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ഒരാൾക്ക് പോലും ഒരു എതിർ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം അതിന്റെ ഗുണനിലവാരം കൊണ്ടാണ്. താങ്കൾ ഈ സൂചിപ്പിക്കുന്നതിൽ തന്നെ പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ അറിവോടെയോ അല്ലെങ്കിൽ അവരുടെ തന്നെ സഹായത്തോടെയൊക്കെയാണോ ഇത്തരം വ്യാജ നിർമ്മിതികൾ നടക്കുന്നത് എന്ന് കൂടി സംശയിക്കണ്ടേ? ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇപ്പോഴും അവർ അറസ്റ്റിലായിട്ടില്ല. അവരിപ്പോഴും ഒരു ആരോപണ വിധേയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിൽ അറസ്റ്റ് ചെയ്ത് കോടതിയാണ് ആരോപണം ഉയരുമ്പോൾ എന്ന് തന്നെ കൃത്യമായി ഉപയോഗിച്ചത്. തീർച്ചയായും ഇത്തരം ഇതിൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ വിഷയം വെളിയിൽ വന്നപ്പോൾ തന്നെ നമുക്ക് മുമ്പ് കോൺഗ്രസിന്റെ MM ഹസനും അതുപോലെ കോപ്പിയടി കേസിൽ നമ്മുടെ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റെയും അതുപോലെ VT ബൽറാമിന്റെ ഒക്കെ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അപ്പോ രാഷ്ട്രീയപരമായിട്ട്, അതായത് ഇത്തരം അനുഭവങ്ങൾ നമുക്ക് മുമ്പുണ്ട്. അതായത് ഇപ്പോ CPM ഭരണത്തിലായതുകൊണ്ടാവാം ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കൂടുതലായിട്ട് മാധ്യമങ്ങളുടേതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പറയരുത്. കാരണം താങ്കൾ തന്നെ സൂചിപ്പിച്ച മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട വാർത്ത അത് മാധ്യമങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾ, പക്ഷേ ഇത് ആരോപണം നേരിട്ട സമയങ്ങളിൽ ഇത്രത്തോളം പ്രാധാന്യം അന്ന് ഇത്ര മാധ്യമങ്ങൾ എന്ന് ദൃശ്യമാധ്യമങ്ങളെന്നില്ല, സോഷ്യൽ മീഡിയ എന്നില്ല, വ്യത്യാസം കൂടിയുണ്ട്. പക്ഷെ ഈ ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ സജീവമായതിൽ പിന്നെ ഇപ്പൊ നമുക്ക് സമീപകാലങ്ങളിൽ കൂടുതലായിട്ട് ഇത്തരം ആരോപണങ്ങൾ വരുന്നത് CPM അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെയാണ്. വളരെ നന്ദി പ്രിജോ. എന്തായാലും പറയൂ. ഇതിൽ ശ്രദ്ധേയമായ വിഷയം, ഈ CPM ഈ വിഷയത്തെ നിശിതമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പ്രതി എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും ഒരു വ്യാജ നിർമ്മിതി നടത്തിയെന്ന ആരോപണം നേരിടുമ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ സാധിക്കുള്ളൂ. വളരെ നന്ദി. ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകനുണ്ട് വടകരയിൽ നിന്ന്. ബാലകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ ഈ CPIM ആണ് അധികാരത്തിലിരിക്കുന്നത്. CPIMന്റെ തന്നെ വിദ്യാർത്ഥി പോഷക സംഘടനയാണ് SFI. ആ SFIയുടെ മുൻകാല പ്രവർത്തകയായിരുന്നു ഇവിടെ വിദ്യ. അതുകൊണ്ടൊക്കെ ലഭിക്കുന്ന ഒരു അമിത വാർത്താ പ്രാധാന്യമാണിത് എന്ന് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടു. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നല്ല സാർ. ഇത് ഈ വ്യാജ നിർമ്മിതിയിൽ അവർക്ക് പങ്കുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. അതിനാർക്കവിടെ തർക്കം? അത് കോൺഗ്രസ് ആയാലും BJP ആയാലും തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. നമ്മുടെ രാജ്യത്ത് നിയമം അതല്ലേ. പക്ഷെ സത്യത്തിൽ പറഞ്ഞ ഈ നിയമവ്യവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള ഇന്നത്തെ ഭരണകൂടങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ CPIMന്റെ ഭരണം വന്നു സ്വജനപക്ഷപാതം ഇത്രയധികം വ്യക്തമായിട്ട് ജനങ്ങൾക്ക് നഗ്നമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് ഏത് മേഖലയിൽ പരിശോധിച്ചാലും സാറിന് മുൻകാല അനുഭവങ്ങളില്ലേ? തീർച്ചയായും ഏത് കേസ് നമ്മൾ എടുത്ത് പരിശോധിച്ചാലും നമ്മളിപ്പോ രാഷ്ട്രീയമായിട്ട് നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ ഇടതുപക്ഷ ഭരണത്തിൽ സ്വജനപക്ഷപാതമാണ്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വലിയ സ്വജനപക്ഷപാതം നടക്കുന്നു എന്ന് ബാലകൃഷ്ണൻ പറയുമ്പോൾ തങ്കച്ചൻ എന്ന പ്രേക്ഷകനുണ്ട്. തങ്കച്ചൻ, ഇവിടെ പല വാർത്തകളും നമുക്കറിയാം. നേരത്തെ പോലീസിലേക്ക് ടെസ്റ്റ് എഴുതി അതിൽ ഒന്നാമതെത്തിയ ഒരു വിദ്യാർത്ഥി പിന്നീട് ഉദ്യോഗാർത്ഥി ഒരു കത്തിക്കുത്ത് കേസിൽ പ്രതിയാകുന്നു. അന്വേഷണം നടക്കുമ്പോൾ അയാൾ
ഈ PG വിദ്യാർത്ഥിയായിരിക്കാം, മലയാളം ചേർത്ത് എഴുതാൻ പോലും അറിയുന്നില്ല. അയാളായിരുന്നു PSC പരീക്ഷയിൽ ഒന്നാമതെത്തിയത്. മറ്റൊരു അധ്യാപിക കവിത കോപ്പിയടിച്ചു എന്നുള്ളത് നമ്മൾ വാർത്തകളിൽ നിറഞ്ഞതാണ്. മാർക്ക് ദാന വിവാദങ്ങൾ പോലെയുള്ളത് വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ പിടിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? സാറേ, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാംസ്കാരിക മന്ത്രി MD രാജേഷ് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്. കാരണം എന്നോ എങ്ങനെയോ ഉണ്ടായ ഒരു SFI നേതാവാണ് ദിവ്യ എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല, ഈ ബ്രിണ്ടൻ കോളേജിൽ കണ്ണൂർ ബ്രിണ്ടൻ കോളേജിലെ SFI നേതാവായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. ഒന്നുമല്ല, പണ്ടത്തെ കാലം തൊട്ട് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. എന്നിട്ടാണ് MD രാജേഷിനെ പോലുള്ള സാംസ്കാരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിനോട് ഒരു യോജിപ്പില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും ഇതുപോലെയാണ് വരുന്നത്. SFIയിൽ നിന്നെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ, തൊഴിൽ കിട്ടുകയുള്ളൂ, ഡിഗ്രി കിട്ടുകയുള്ളൂ, ഡോക്ടറേറ്റ് കിട്ടുകയുള്ളൂ. അതായത് SFIയിൽ നിന്നാൽ മാത്രമാണ് ഇത്തരത്തിൽ ജോലി ലഭിക്കൂ, PhD ലഭിക്കൂ എന്നൊക്കെയുള്ള അഭിപ്രായമാണ് തങ്കച്ചൻ പങ്കുവെക്കുന്നത്. മുഹമ്മദ് സാറേ, നമുക്ക് 2016 SFIയുടെ ആക്രമണം തുടങ്ങിയതാ. അതായത് ഇടുക്കി ജില്ലയിൽ ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ബുൾബുൾ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി, ജയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിയൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് SFIക്കാര്. ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. കാരണം അത്തരം വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ട്. അതായത് എറണാകുളം ജില്ലയിലെ ഒരു കോളേജ് റപ്പിനെ ഒളിപ്പിച്ചു നിർത്തി അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അടക്കമുണ്ട്. അതിലൊക്കെ വലിയ പരാതിയും ആ തെരഞ്ഞെടുപ്പ് പിന്നീട് റദ്ദാക്കുകയും ഒക്കെ ചെയ്ത കോടതി ഉത്തരവൊക്കെ ഉണ്ട്. വളരെ നന്ദി. ശ്രീ മുഹമ്മദ് ആണ് മഞ്ചേരിയിൽ നിന്ന്. മുഹമ്മദ്, നേരത്തെ തങ്കച്ചൻ എന്ന പ്രേക്ഷകൻ പറഞ്ഞത് SFIയിലാണ് എങ്കിലാണ് ജോലി കിട്ടുകയുള്ളൂ, PhD കിട്ടുകയുള്ളൂ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തസ്തികകളൊക്കെ ലഭിക്കണമെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനയ്ക്കൊപ്പം നിൽക്കണം എന്നാണ് പറയുന്നത്. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? എനിക്കങ്ങനെ ഒരു അഭിപ്രായമല്ല. അങ്ങനെ പറഞ്ഞ മുൻ ആള് പറഞ്ഞത് മഹാമോശമാണ്. അത് ഈ ഇടതുപക്ഷത്തിനെ പറ്റി വെറും അസൂയും കുയിന്തും പറയാണ്. അത് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം വിസ്താരത്തോടു കൂടി സാറ് ഇങ്ങനെ മുമ്പ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ തെറ്റിദ്ധാരണ ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ല, ഇതിപ്പോ തെറ്റിദ്ധാരണയാണോ? ഇതിപ്പോൾ ഒരു പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുകയല്ലേ? പരാതി ഉന്നയിക്കപ്പെട്ട പോലീസ് കേസ് അയക്കണം, കേസൊക്കെ നോക്കിയിട്ട് പറയട്ടെ സാറേ. അതല്ലാതെ SFIക്ക് പണിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ പണി SFIക്ക് തന്നെ കൊടുക്കേണ്ടിയുള്ളൂ. എല്ലാ കോളേജിലും SFI അയക്കണേ. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ആർക്കും കിട്ടുന്നില്ല. അതിന്റെ മെരിറ്റ് നോക്കിയിട്ട് കിട്ടേണ്ട ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലാതെ ആരും ഇവിടെ പണിയെടുക്കാൻ കൊടുക്കണമെന്നില്ല. അങ്ങനെ ഒരു SFI ആവും വേണ്ടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ മുഹമ്മദ്. എലിസബത്ത് എന്ന പ്രേക്ഷകയുണ്ട്. എലിസബത്ത്, അതായത് SFI ഇത്തരത്തിൽ താറടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. SFIയിൽ ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർ എന്നതൊന്നും ആനുകൂല്യമാകാൻ പോകുന്നില്ല എന്നാണ് മുഹമ്മദ് അഭിപ്രായപ്പെട്ടത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് അതുമായിട്ട് യാതൊരു യോജിപ്പില്ല. എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് എന്ന് പറയുന്നത് അതൊരു അറ്റർ ഫെയിലിയർ ആണ്. നാം മുന്നോട്ട് എന്ന് പറയുന്നത് എന്തിനാണ് നാം മുന്നോട്ട്? ഇന്നത്തെ യുവജനങ്ങള് ഈ SFIയിലും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്കല്ലാതെ വേറെ ആർക്കാണ് ഇതുകൊണ്ട് ഒരു ഉപകാരം കിട്ടുന്നത്? ഒരു PSC ആണെങ്കിൽ എപ്പോഴും മെത്തേഡുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തു ഗുണം? ഈ മെത്തേഡ് മാറ്റുന്നത് കൊണ്ട് എന്തു ഗുണം? ഈ യുവജനങ്ങള്, പാവങ്ങള് എല്ലാം ഇത് ട്യൂട്ടോറിയൽ ഇതിന്റെയൊക്കെ സെന്ററുകളിൽ പോയി, PSC കോച്ചിങ് സെന്ററുകളിൽ പോയി അവരുടെ ജീവിതം തൊലക്കണേണ്. അത് ആർക്കും കിട്ടാൻ പോണില്ല. ഈ PSC ടെസ്റ്റ് എഴുതി ഒരു മനുഷ്യർക്കും കിട്ടൂല. അതിന് ഇടതുപക്ഷ ഇതിനോട് ചായവോ അല്ലെങ്കിൽ SFIയില് മെമ്പർഷിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. അതായത് പിൻവാതിലൂടെയൊക്കെയാണ് നിയമനങ്ങൾ ലഭിക്കുക. അതിന് ഇത്തരം സർട്ടിഫിക്കറ്റുകളും യോഗ്യതയും. അതിന് മാത്രമല്ല, ഇപ്പൊ ഇവിടെ എന്തെല്ലാം അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം ബാക്ക്ഡോറിൽ കൂടിയല്ലേ, അല്ലാതെ PSC വഴി വളരെ കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. ബാക്കി എല്ലാം ബാക്ക്ഡോറിൽ കൂടി നടന്ന് ഇന്നത്തെ യുവജനത്തിനെ അവര് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, യുവജനങ്ങളെ പറ്റിക്കുകയാണ് സർക്കാർ എന്നാണ് എലിസബത്ത് പറയുന്നത്. ജ്യോതിഷ് ഉണ്ട് കാലിക്കട്ടിൽ നിന്ന്. ജ്യോതിഷ്, ഇന്ന് പൊതുവേദി ചോദിക്കുന്ന ചോദ്യം പിടിക്കപ്പെടാത്ത വിദ്യമാർ എത്ര എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വിദ്യ എത്തുന്നു. അവിടുത്തെ കോളേജ് ഈ ഇന്റർവ്യൂ ബോർഡിന് ഒരു സംശയം തോന്നുന്നു. അങ്ങനെയാണ് 2018 സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അത് പക്ഷേ പ്രേക്ഷകർ സൂചിപ്പിക്കുന്നത് പോലെ പോലീസ് പരാതിയായി നിൽക്കുകയാണ്. ഇനി തെളിയിക്കേണ്ടതുണ്ട്.
വിദ്യയ്ക്ക് ഇത് നിഷേധിക്കാവുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം വിദ്യമാർ പല കോളേജുകളിലും ഒളിച്ചിരിക്കുന്നുണ്ടാകുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ എന്താണ് ഇടതുപക്ഷത്തിന്റെ ഒരു സംഘടന എന്ന നിലയ്ക്ക് SFI നേതാക്കന്മാരുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് നടത്തുകയാണ് പതിവ്. അതേ രീതിയിലുള്ള ഒരു ആരോപണം മാത്രമാണ് ഈ സ്ത്രീ SFI നേതാവിനെതിരെ വന്നിട്ടുള്ളത് എന്ന അഭിപ്രായമാണ് ഞങ്ങൾ. അതായത് വിദ്യ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടാകില്ല എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? നൽകിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി ആ നിയമ പോരാട്ടത്തിലൂടെ അത് എന്താണ് നിയമത്തിന് മുന്നിൽ വരട്ടെ, എന്നിട്ടാണ് അവരെ കുറ്റപ്പെടുത്തുകയും അതേപോലെയുള്ള ശിക്ഷാ നടപടികൾ വരേണ്ടത്. അല്ല, നമ്മുടേത് ഒരു ജനാധിപത്യ നിലപാടാണല്ലോ. താങ്കൾ ഇടതുപക്ഷ പ്രവർത്തകനാകാം. ഈ വലതുപക്ഷത്തിനെതിരെ, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ ഒക്കെ നേരെ ഉന്നയിക്കപ്പെടുന്ന പല ആരോപണങ്ങളുമുണ്ട്. അതൊക്കെ നിയമത്തിന് മുന്നിൽ നേരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം പച്ചയായ കള്ളമാണെന്ന് അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് താങ്കൾ പറയുന്നതനുസരിച്ച് ഇതെല്ലാം നിയമത്തിന്റെ വഴിയിലൂടെ പോയി കൃത്യമായി ഉത്തരവായിട്ടൊക്കെ വരണമെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലഘട്ടത്തിലൊക്കെ ഉന്നയിക്കപ്പെട്ട സോളാർ പോലെയുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോഴും അത്തരത്തിൽ മുന്നിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വിഷയവും ചർച്ച ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ചർച്ച ചെയ്യാം, പക്ഷെ എന്താണ് അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചർച്ച അവസാനിപ്പിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായും താങ്കളുടെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുന്നു. സുരേന്ദ്രൻ എന്ന പ്രേക്ഷകനുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സുരേന്ദ്രൻ, തീർച്ചയായും ഈ വിഷയം നിയമത്തിന് മുന്നിൽ നിൽക്കുന്നതാണ്. പോലീസിന് മുന്നിലാണ് പരാതിയുള്ളത്. പക്ഷേ ഉന്നയിക്കപ്പെട്ട ഒന്ന് ഇത് വ്യാജ പരാതിയാണ് എന്ന സംശയം ഉന്നയിക്കുന്നു. അത് മാധ്യമങ്ങളല്ല ഉന്നയിക്കുന്നത്, മറിച്ച് കൃത്യമായി അട്ടപ്പാടിയിലെ കോളേജിൽ ഇന്റർവ്യൂവിന് എത്തുമ്പോൾ അവിടുത്തെ ബോർഡിനാണ് ഈ സംശയം ഉണ്ടാകുന്നത്. കരിന്തളം ഗവൺമെന്റ് കോളേജിലെ പരാതിയും ഇപ്പോൾ ഒഫീഷ്യലായി പോലീസിന് ലഭിക്കുന്നു. അത് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം സാറേ. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കുട്ടി കൂടുതൽ കൂടുതൽ ബുദ്ധിപരമായി കളിച്ചുകൊണ്ട്, കാരണം ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളും ഇല്ലായൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ കുട്ടി കൂടുതൽ ബുദ്ധിപരമായിട്ട് കൂടുതൽ കളിച്ചു. അതുകൊണ്ട് അവിടെ ഞാനൊന്ന് കൂട്ടിച്ചേർക്കുന്നത്, ഈ PhD-യുമായി ബന്ധപ്പെട്ടും ആരോപണമുണ്ടോ? PhD-ക്ക് പ്രവേശനം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് അതില് സാറിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അല്ല, എന്റെ അഭിപ്രായമല്ല, എന്നോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യേണ്ടതില്ല. PhD-യിൽ തന്റെ പ്രവേശനം നേടിയതിൽ ഈ സംവരണ തത്വങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പരാതി നിലനിൽക്കുന്നുണ്ട്. അതെ, അവിടെ പട്ടികജാതി സംവരണത്തിന് അതിന് ഈ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഈ രണ്ടുപേരും കോടതിയിൽ പോയിട്ട് 5 പേര് സൂപ്പർ ന്യൂമറിയിലും പിന്നെ ഈ 2 കുട്ടികൾക്കും കൂടിയിട്ടാണ് 15 പോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ മാധ്യമങ്ങളും പറയണ ഈ കുട്ടി കാരണമാണ് സംവരണം അട്ടിമറിക്കപ്പെട്ടെന്ന് പറയുന്നു. മറ്റൊരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പൊ അത് രാഷ്ട്രീയമാണ്. പിന്നെ എനിക്ക് മറ്റൊരു സംശയിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഇവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് ഒരു വിവരാവകാശം കൊടുത്താൽ കിട്ടും. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസം, ഞാൻ ഇന്ത്യൻ പൗരനാണ്, അപ്പൊ എനിക്ക് ഇത് കിട്ടുമോന്ന് സാറിനൊന്ന് അറിയാൻ പറ്റുമോ? തീർച്ചയായും താങ്കൾ അപേക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ്. അതിന് ചില മറുപടികൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജനപ്രതിനിധികളുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച കാര്യങ്ങൾ വിവരാവകാശ പ്രകാരം നൽകേണ്ടതില്ല എന്ന മറുപടി ലഭിച്ചു എന്നാണ് എൻ്റെ അറിവ്. ഞാൻ താങ്കളോട് എൻ്റെ അറിവ് മാത്രമാണ് പങ്കുവയ്ക്കുന്നത്. വളരെയധികം നന്ദി. ശ്രീ സുരേന്ദ്രൻ. ജോസഫ് ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. ജോസഫ്, തീർച്ചയായും അതായത് ഈ വിദ്യ ഇപ്പോൾ ആരോപണം നേരിടുന്ന ആളാണ്. നിയമപരമായി മാത്രമേ കുറ്റക്കാരിയാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആരോപണം നിലനിൽക്കുന്നുണ്ട്, പരാതി നിലനിൽക്കുന്നുണ്ട്, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വിദ്യയെപ്പോലുള്ളവർക്ക് നേരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നു. പക്ഷേ ഇത്തരം ആരോപണങ്ങൾ ഉയരാതെ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ആകാതെ രക്ഷപ്പെട്ടു പോയവരുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എനിക്കറിയാവുന്നത്, എന്റെ പൊളിറ്റിക്കൽ സയൻസിൽ വ്യാജ ബിരുദമുള്ള ഒരാൾ ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന് ഭരിക്കുന്നതായിട്ടും ഏതോ രാജ്യത്തൊരു മന്ത്രിനി ആദ്യം ഇലക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡിഗ്രി, പിന്നെ പ്രീ ഡിഗ്രി, പിന്നെ SLC ഉള്ളതായിട്ടും കേട്ടിട്ടുണ്ട്. പിന്നെ ചില കുട്ടികൾ ഹസനെന്നും വക്കംബുഷ് എന്ന് പറഞ്ഞ സാറിന്റെ മോള് 2 മാർക്ക് കൊണ്ട് ഡോക്ടറായത് അറിയാം. പിന്നെ നമ്മുടെ കുഴൽനാടൻ മാത്യുന്നോ അതുപോലെ ബൽറാം എന്നൊക്കെ പറഞ്ഞ ചിലത് ഇങ്ങനെ തട്ടിപ്പാടത്തേക്ക് കേട്ടിട്ട് കാര്യമായിട്ട് പ്രചാരത്തിലും ചർച്ചകളിലും വന്ന് കണ്ടിട്ടില്ല. അതായത് അവരുടെ തട്ടിപ്പുകൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഇതൊക്കെ കേൾക്കണോ? ശരിയാണെന്ന് നിങ്ങളും പരിശോധിക്കേ. അതാണ് ഇതൊക്കെ കേട്ടത് താങ്കൾ മാധ്യമങ്ങളിലൂടെയാണ്. ഡിവൈഫൈക്കാരും ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ആശുപത്രികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരല്ലേ. കുറച്ച് കുറ്റം ചെയ്യുമ്പോൾ ക്ഷമിക്കേ. അതുകൊണ്ട് ഈ കുറ്റങ്ങളൊക്കെ ക്ഷമിക്കാം അല്ലെ?
എന്ന് പറയുന്നില്ല, നല്ലത് നല്ലതെന്ന് പറയാ. ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൊല്ലം കൊണ്ട് നടക്കണ്ട. വടക്കേ ബലറാമിന്റെ ഹസ്ബൻഡ് നമ്മുടെ മോദിജിയുടെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേ. അതെ, ആ സമയങ്ങളിലൊക്കെ ചർച്ച ചെയ്തതിലൂടെയാണ് താങ്കൾ പറഞ്ഞത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ശ്രീ ജോസഫ് പ്രതികരിച്ചതിന്. പൊതുവേദിയിൽ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തും. പൊതുവേദി തുടരുകയാണ്. ശശിധരൻ എന്ന പ്രേക്ഷകൻ വയലാറിൽ നിന്നും. ശശിധരൻ, പിടിക്കപ്പെടാത്ത വിദ്യമാർ എത്ര എന്നാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും മനസ്സിലായി എന്താ സംഭവിച്ചതെന്ന്. ഇത് മനസ്സിലാകാത്തതും മനസ്സിലായില്ലെന്ന് അഭിനയിക്കുന്നതും എന്നെ ന്യായീകരിക്കുന്നതും ഒറ്റ ഡിബിക്കാരും എസ്എഫ്ഐക്കാരും മാത്രമാണ്. ശ്രീമതി ടീച്ചർക്ക് വരെ മനസ്സിലായി. അവരത് കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവര് കമന്റ് ചെയ്തിരുന്നു, ഇവർക്ക് ഈ സഹാക്കന്മാർക്ക് മനസ്സിലായില്ല അത് സത്യമാണെന്നുള്ളത്. പിന്നെ എന്തിനാ പറയുന്നത് ഉരുണ്ട് കളിക്കുന്നത്? കുറെ സഹാക്കന്മാർക്ക് അത് പ്രതികരിക്കാതിരിക്കല്ലേ മാന്യത. ഇത് പ്രതികരിക്കുന്ന അവർക്ക് കൂടെ നാളെ ഇല്ലാത്തവരായി പോയല്ലോ എന്ന് ആലോചിക്കുന്നത്. വേറെ കുഴപ്പമൊന്നും പറയാനില്ല. ഇത് സത്യമാണ്, പകൽ പോലെ സത്യമാണ്. ഇതുപോലെ പിടിക്കപ്പെടാത്തവരുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ലക്ഷക്കണക്കിന് കാണും, കുറച്ചൊന്നുമല്ല, ലക്ഷക്കണക്കിന്. ലക്ഷക്കണക്കിനുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? ഒരുപാട് എല്ലാം തട്ടിപ്പാണ്. ഇതുപോലെ വല്ലപ്പോഴും വല്ല ആയിരങ്ങളിൽ ഒരെണ്ണമൊക്കെയാ പുറത്തു വരുന്നത്. ശരി, ജയകുമാർ എന്ന പ്രേക്ഷകനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയകുമാർ, താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? ഇത്തരം സംഭവങ്ങൾ വിരലിലെണ്ണാവുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടത് എന്നാണോ? നമസ്കാരം. നമസ്കാരം, പറയൂ. ഇത് നേരത്തെ പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഹരിയാനം കഴിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഇതിൽ എന്താണ് നടന്നതെന്ന്. ആ കൊച്ചിന്റെ തലയെ കൊണ്ടിട്ടിട്ട് ഈ ആർഷോ ഊരാൻ നോക്കുകയാണ്. ആർഷയും പാർട്ടിക്കാരും കൂടെ ഊരാൻ നോക്കുകയാണ്. അല്ല, ആർഷോയുടെ വിഷയം വേറെ, വിദ്യയുടെ മറ്റൊരു വിഷയം. അല്ല, ഇതേ ഇതിനകത്ത് ആർഷോയ്ക്ക് പങ്കുണ്ടെന്നാണ് പങ്കുള്ളതായിട്ടാണല്ലോ ചാനലിൽ കേൾക്കുന്നത്, വാർത്തകളിൽ കേൾക്കുന്നത്. അങ്ങനെ വാർത്തകളിൽ പറഞ്ഞതായി അതല്ലേ നമുക്ക് അറിയത്തുള്ളൂ. ഈ കറക്റ്റ് ആയിട്ട് ഈ ആരെങ്കിലും ഒക്കെ ചാനൽ ഇവർ എസ്എഫ്ഐയുടെ മുൻകാല പ്രവർത്തകയായിരുന്നു എന്നുള്ളത് വാർത്തകളിൽ ഇപ്പൊ അല്ലാന്നല്ലേ പറയുന്നത്. ഇപ്പൊ അല്ലാന്നും പറയുന്നു. അല്ല, ഇപ്പോഴല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ എസ്എഫ്ഐയിലല്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ആവശ്യം വരുമ്പോഴത്തേക്ക് ഒഴിവാക്കാം. പിന്നെ വേറെ കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് നേതാക്കന്മാരുടെ മക്കളെയും നേതാക്കന്മാരുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് PhD കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മളെ കൊച്ചിന്റെ കടത്ത് ഷിജു ഖാനുണ്ട്, ചിന്താ ജെറോമുണ്ട്, പിന്നെ ബിന്ദു വേളമുണ്ട്. ഇങ്ങനെ പലരെയും കൂടെ PhDയും കൂടെ ഒന്ന് അന്വേഷിച്ചാല് ഇത് കംപ്ലീറ്റ് രാജ്യമാണെന്നുള്ളത്. എന്തായാലും നമുക്ക് അങ്ങനെ പരത്തിയൊന്നും പറയാൻ പറ്റില്ല. പഠിച്ച് PhD നേടുന്ന നിരവധി ആളുകളുണ്ട്. താങ്കളുടെ അഭിപ്രായത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെയധികം നന്ദി. മാത്യു എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട് ടെലിഫോൺ ലൈനിൽ. മാത്യു, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ വിദ്യമാരെ പോലുള്ളവർ നിരവധിയൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇവര് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം CPM-ലായാലും DYFI-യിലായാലും SFI-യിലായാലും വളഞ്ഞ വഴിയിൽ കൂടെ എങ്ങനെ അധികാരത്തിൽ കയറാമെന്നുള്ളതാണ് ഇവരെല്ലാവരും ആലോചിക്കുന്നത്. അല്ലാണ്ട് നേരായവണ്ണം ഒരുത്തരും ഒരു ജോലി പോലും നേടിയിട്ടില്ല. നമുക്കറിയാം, ചിന്താ ജെറോമിന് ഡോക്ടറേറ്റ് കിട്ടിയത് എങ്ങനെയാണ്? തെറ്റെഴുതി വെച്ചിട്ട് അതുപോലും അവിടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവർക്ക് ഡോക്ടറേറ്റ് നേടി നമ്മുടെ സാധാരണക്കാരുടെ നികുതി പണം എടുത്തിട്ട് 1 ലക്ഷം രൂപ വീതം ശമ്പളവും കൊടുക്കുന്നു. സാധാരണക്കാരൻ ഇവിടെ വേലക്കയറ്റം കൊണ്ട് അത് പക്ഷേ ആ പദവിക്ക് അങ്ങനെ PhD വേണമെന്നൊന്നുമില്ല. അല്ല, അതല്ല പറഞ്ഞതേ. അതൊരു പദവിയാണ്. വഴിയിൽ കൂടിയാണല്ലോ ഇവരെല്ലാം വളഞ്ഞ വഴിയിൽ കൂടി നേരായ്മണ്ണം ആരും ഒരു അധികാരത്തിൽ കയറിയിട്ട് ജോലി വളഞ്ഞ വഴിയിലൂടെയാണ് ഇത്തരക്കാർ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നത് എന്ന് മാത്യു പറയുന്നുണ്ട്. ദീപു എന്ന പ്രേക്ഷകനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ദീപു, താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇപ്പോൾ ഒരു വിദ്യക്കെതിരെ ആരോപണം ഉയരുന്നു, അപ്പോൾ സ്വാഭാവികമായും അന്വേഷണം നടക്കുന്നു. പക്ഷേ ഇത്തരം ആരോപണങ്ങളൊന്നും നേരിടാതെ തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉപയോഗിച്ച് ഈ പദവികളിൽ എത്തിയവർ സമൂഹത്തിലുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരണമല്ലോ. അത് ആരാണെങ്കിൽ ഇപ്പൊ ഈ സർട്ടിഫിക്കറ്റ് അങ്ങനെ വന്നതെങ്കിൽ അവര് ഏറ്റവും കൂടുതൽ നാട്ടുകാർ തന്നെയല്ലേ വെറുക്കുന്നത്. പാർട്ടിക്ക് മുന്നെന്ന് പറയുന്നു, മുൻ SFI-കാരി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ SFI-കാരിയുടെ ആണെന്നുള്ള രീതിക്കാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുൻകാരൊക്കെ ഉണ്ടല്ലോ, മുൻകാര് മാധ്യമപ്രവർത്തകരില്ലേ, പോസ്റ്റോ കേസിൽ പ്രതികളായവരില്ലേ മുൻ SFI-കാര്. അപ്പൊ അവരെ കുറിച്ച് എന്താ ചർച്ച വരാത്തത്? ഇത്രയും നീളം ചർച്ച മാധ്യമപ്രവർത്തകരിലെ തന്നെ പുഴുക്കുത്തായവരെ കുറിച്ച്, മാധ്യമപ്രവർത്തകരുടെ നല്ല മാധ്യമപ്രവർത്തകരെ പോലെയുള്ള നല്ല മാധ്യമപ്രവർത്തകര് പോലും ഈ ദീപു, ദയവായി ശ്രദ്ധിക്കുക.
താങ്കൾ എന്നോട് തിരിച്ച് ചോദ്യം രൂപേണയാണ് പ്രതികരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് പൊതുവേദിയാണ്, ഞാൻ പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ വാർത്താവതാരകൻ പ്രതികരിക്കേണ്ടതൊന്നും അല്ല. മാധ്യമപ്രവർത്തകർക്കിടയിൽ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകളും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് തന്നെയാണ്. മാധ്യമപ്രവർത്തകർ പ്രത്യേകമായ പരിലാളനകൾ ഒന്നും ഏറ്റ് വളരുന്നവരല്ല. താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ആരോപണങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ താങ്കൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതാണ്. അപ്പൊ അത് ആരോപണം മാത്രം, ഈ ആരോപണം മാത്രം ഉള്ളവരെയൊക്കെ നമ്മൾ ഇവിടെ എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പോസ്കോ കേസിൽ പ്രതിയായ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ നിങ്ങൾ ചർച്ച ചെയ്യണം. നമ്മുടെ സ്ഥാപനത്തിൽ അങ്ങനെ ഒരാൾ ഉള്ളതായി എനിക്കറിയില്ല. ഇത് വാർത്തയാണ്, ഈ നാട്ടിലെ വാർത്ത. അതാണ് താങ്കളോട് സൂചിപ്പിച്ചത്. അത് വാർത്തയായിരുന്നു, അത് വാർത്തയായി തന്നെയാണ് താങ്കൾ അറിഞ്ഞത്. നമ്മുടെ വിഷയം അതല്ല, താങ്കളുമായി തർക്കത്തിനുമില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ വാർത്തയാണ് പ്രധാനം. ആ വാർത്തയായി തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ച വിഷയവും അറിഞ്ഞത്. അത് മാധ്യമങ്ങളിലൂടെ തന്നെയാണ് താങ്കളും അറിഞ്ഞത്. വിജയൻ എന്ന പ്രേക്ഷകനുണ്ട്. വിജയൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിദ്യമാരെ പോലുള്ളവർ സമൂഹത്തിലുണ്ട് എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും സമൂഹത്തിലുണ്ട്. മറ്റൊന്ന് പറയാൻ, കാനൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഇതിനോട് എനിക്ക് വളരെ വിയോജിപ്പ്. അദ്ദേഹം പറഞ്ഞ 70-80 കാലഘട്ടത്തിൽ KSUക്കാർ നടത്തിയിട്ടില്ലേ, ഇപ്പൊ SFIക്കാർ നടത്തുന്നത് എന്തോരം വിരോധാഭാസം അവർ. അതുപോലെ തന്നെ ദീപു അടക്കമുള്ള മാർക്സിസ്റ്റ് നാവ് ഗുണ്ടകളുടെ വാക്കുകൾ കേട്ടോ. അല്ല, താങ്കൾ ദയവായി അങ്ങനെയൊന്നും അഭിപ്രായപ്പെടരുത്. അതായത് പൊതുവേദിയിലേക്ക് ശ്രീ വിജയൻ, താങ്കൾ ദയവായി മനസ്സിലാക്കുക, ദീപു എന്ന പ്രേക്ഷകന് പൊതുവേദിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അയാളെ ഗുണ്ട എന്നൊന്നും വിളിച്ച് താങ്കൾ അപമാനിക്കരുത്. ഞാൻ ക്ഷമ ചോദിക്കുന്നു ദീപുവിനോട്. താങ്കൾ ഒരു കാരണവശാലും അത്തരം പ്രയോഗം നടത്തരുത്. അദ്ദേഹത്തെ ഒരു വ്യക്തിയായി കാണുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം രാഷ്ട്രീയ അഭിപ്രായമാണെങ്കിലും ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു. റൈറ്റ്. അൻവർ, താങ്കളിലൂടെ ഈ പൊതുവേദി അവസാനിപ്പിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? വിദ്യമാരെ പോലുള്ളവർ സമൂഹത്തിൽ ജോലി ചെയ്യുന്നുണ്ടാകുമോ? റൈറ്റ്. അൻവർ എന്ന പ്രേക്ഷകൻ, അദ്ദേഹം കട്ടായിരിക്കുകയാണ്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പലപ്പോഴും രാജ്യത്തിന് തന്നെ മാതൃകാപരമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതിനിടയിലാണ് ഇതേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെ വിദ്യ അഭ്യസിക്കുന്നവർ ചില വിദ്യ ആഭാസങ്ങളുമായി പുറത്തു വരുന്നു എന്നുള്ള ആരോപണങ്ങൾ നേരിടുന്നത്. അത് നിയമപരമായി തന്നെ തെളിയിക്കപ്പെടേണ്ടതാണ്. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു പാർട്ടിക്കാരും കൂട്ടുനിൽക്കരുത് എന്നാണ് ഈ പൊതുവേദിയിൽ ഭൂരിപക്ഷം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത്. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി പൊതുവേദി ഇതേ സമയം. നമസ്കാരം.